ഹലോ ഫ്രണ്ട്സ്, ക്യാൻസർ ഒരു മനുഷ്യനെ മാനസികമായി തളർത്തുന്നത് പോലെ പലപ്പോഴും മറ്റു രോഗങ്ങൾ തളർത്താറില്ല എന്ന് തോന്നാറുണ്ട്. കാരണം ക്യാൻസറിനോടനുബന്ധിച്ച് വരുന്ന ചെലവുകൾ സാമ്പത്തികമായിട്ടും മനുഷ്യന് വരുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമായ ഒരു വിഷയമാണ്. ക്യാൻസർ സ്കീമുകൾ, നമ്മുടെ ഗവൺമെൻറ് ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന നിരവധി സ്കീമുകളുണ്ട്. അതിലാദ്യത്തേതാണ് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട്, അതായത് ആയുഷ്മാൻ ഭാരത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടും 5 ലക്ഷം രൂപയാണ് ക്യാൻസർ ചികിത്സക്കായിട്ട് ഓരോ രോഗിക്കും ഏത് ടെറിഷറി, സെക്കൻഡറി, സെൻട്രൽ നിന്നും രോഗികൾക്ക്, BPL കാർഡുള്ള രോഗികൾക്ക്, അതായത് ബിലോ പോവർട്ടി ലൈൻ രോഗികൾക്ക് ഈ ഒരു സേവനം ലഭ്യമാക്കാവുന്നതാണ്. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ക്യാൻസർ പേഷ്യൻ്റ് ഫണ്ട്. അങ്ങനെ ഒരു ഫണ്ട് നിലവിലുണ്ട്. അതിൽ 15 ലക്ഷം രൂപയാണ് BPL പേഷ്യൻസിന് എല്ലാവർക്കുമായിട്ട് നൽകുന്നത്. 27 RCCകളിലായിട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ക്യാൻസർ പേഷ്യൻ്റ് ഫണ്ട് എന്നുള്ളതും. മൂന്നാമതായിട്ടുള്ളത് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഡിസ്ക്രിഷണറി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് 1.25 ലക്ഷം രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊവിഷൻ എടുക്കാവുന്നതാണ്. എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഡിസ്ക്രിഷണറി ഫണ്ട് ഗ്രാൻഡ്, അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. 1.25 ലക്ഷം രൂപ പാവപ്പെട്ട രോഗികൾക്ക് ഗവൺമെൻറ് നൽകുന്നുണ്ട്. നാലാമതായിട്ട് പറയാനുള്ളത് പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ ജനറിക് മെഡിസിൻസും വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് എല്ലാ ജനറിക് ആയിട്ടുള്ള മെഡിസിൻസും അവൈലബിൾ ആണ്. അതായത് ജനറിക് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ബ്രാൻഡ് നെയിമിൽ വരുന്ന മെഡിസിൻസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് സെയിം ആണ്, ആ ബ്രാൻഡ് നെയിം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഗവൺമെൻറ് ആ കളർ ആഡ് ചെയ്യാണ്ടും ഈ ഫില്ലർ ആവശ്യമില്ലാണ്ട് ഫില്ലറും ആ കളറും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കണ്ടൻറ്റും സെയിം ആയിട്ട് ഗവൺമെൻറ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന, ഇതിൻ്റെ സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് തലത്തിൽ ക്യാൻസർ രോഗികൾക്ക് കിട്ടുന്ന സ്കീമുകളുടെയും പരിരക്ഷകളുടെയും കാര്യം. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ കേരളാസ് ക്യാൻസർ സുരക്ഷാ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. അത് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള എല്ലാ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കേരളാസ് ക്യാൻസർ സുരക്ഷാ സ്കീം. രണ്ടാമതായിട്ട് കേരളാസ് കാരുണ്യ ബെനവലൻ ഫണ്ട്, നമ്മളെല്ലാവരും കേട്ടുള്ളതാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. അതിനകത്ത് അതൊരു ലോട്ടറി ഫണ്ടഡ് ആയിട്ടുള്ള പദ്ധതിയാണ്. ഇതിനകത്തും നമുക്ക് ഫണ്ട്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആണ്. ഇനി മൂന്നാമതായിട്ട് ക്യാൻസർ പ്രതിരോധത്തിനും ഡയഗ്നോസിസിനും വേണ്ടിയിട്ടുള്ള ആരോഗ്യമാനന്ദം പദ്ധതിയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഗ്യമാനന്ദം പദ്ധതി പ്രകാരം ഇപ്പോൾ തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും സെർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങും അതിന് അനുബന്ധിച്ചിട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് അവർ ട്രീറ്റ്മെൻറ്റിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓറൽ ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. അത് കൂടുതൽ പുരുഷന്മാരിലാണ് ഓറൽ ക്യാൻസർ കണ്ടുവരുന്നത്. അപ്പോൾ ഇവർ ഇതിനു മുമ്പ് നടത്തിയത് ഫെബ്രുവരി 4 തൊട്ട് മാർച്ച് 8 വരെ ആ സ്ക്രീനിങ് എല്ലാ ടെറിഷറിയും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അത് വീക്ക്ലി ട്വൈസ് അത് അവൈലബിൾ ആയിരുന്നു. ക്യാൻസർ സ്ക്രീനിങ് അത് സെർവിക്കൽ ക്യാൻസറിനും ബ്രസ്റ്റ് ക്യാൻസറിനും എല്ലാ സ്ത്രീകൾക്കും അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ എല്ലാം ഓൺലൈനായിട്ടും ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.